അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നൂറെ ഹബീബ് നൂറെ ഹബീബ് ബഹുമാനപ്പെട്ട തങ്ങളെ മജ്ലിസിൽ അൽഹംദുലില്ലാ ഇപ്പോൾ ധാരാളം ആളുകൾ ലൈവിലും ആളുകൾ കൂടുന്നുണ്ട്. അതേപോലെ ചികിത്സക്ക് നിയന്ത്രണമില്ലാതെ ആളുകൾ ഇപ്പോൾ ധാരാളം ആളുകൾ ചികിത്സക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹിന്റെ കുദ്റത്തോടു കൂടി ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഇപ്പൊ ടോക്കൺ കിട്ടാത്തൊരവസ്ഥയിലേക്കാണ്. 300 400 ടോക്കനൊക്കെ 200 ടോക്കനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ 300 400 ടോക്കനൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നവർക്കൊക്കെ അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവിടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ബഹുമാനികളെ, നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കല് പല വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ആയിട്ട് ഓരോരുത്തർ ഇവിടെ വരുന്നത് അവരുടെയൊക്കെ കാര്യങ്ങള് റാഹത്താവല് ഇവിടത്തെ ദുആയുടെ ബർക്കത്ത് കൊണ്ടാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ 2 മണിക്കൂർ കൂടുമ്പോ ഇവിടെ വെച്ചുകൊണ്ടുള്ള ദുആ ഉണ്ട്. തങ്ങളെ നേതൃത്വത്തിൽ സലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടുള്ള ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നിരവധി വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറി റാഹത്തും സന്തോഷവും അല്ലാഹു നൽകും. ഇത് ഈ ദുആയിൽ കൂടിയിട്ടാണ് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. അങ്ങോട്ട് ചെന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ തങ്ങളോട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ എന്ത് വിഷമം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും എന്ത് പ്രയാസമാണ് നമുക്കുള്ളതെങ്കിലും അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും അല്ലാഹു നൽകുമാറാവട്ടെ. സലാത്തുൽ ഫാത്തിഹ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഈ സലാത്തുൽ ഫാത്തിഹ എല്ലാവരും ചൊല്ലുക, നിയ്യത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഒക്കെ നീങ്ങി റാഹത്തും സന്തോഷവും അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാവർക്കും സലാത്തുൽ ഫാത്തിഹ കൂടെ ചെല്ലുക. സലാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്നതാണ്, ഇല്ലായ്മ ചെയ്യുന്നതാണ്. അല്ലാഹു നമ്മൾ വന്ന വിഷമങ്ങൾ ഒക്കെ വിഷമം ഉണ്ടാകുന്നില്ല വന്നിട്ടുണ്ടാവുക. ഒരുപാട് ദൂരെ നിൽക്കുന്നൊക്കെ 3.5 മണിക്കൊക്കെ ഇവിടെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതിലൊരു കാരണവശാലും സ്ത്രീകൾ വിടരുത്. അങ്ങോട്ട് പറഞ്ഞേക്കലോ ഇങ്ങോട്ടോ ചെയ്യരുത്. ഇത് ലൈവ് ഇട്ടതാണ്, ലൈവിൽ കാണും. അപ്പൊ എല്ലാവരും സലാത്തുൽ ഫാത്തിഹ കൂടെ ചെല്ലാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. വന്നവരൊക്കെ മുന്നോട്ട് കയറിയിരിക്കുക. ആളുകൾ ബേക്കിൽ വരുന്നവർക്ക് ഇരിക്കാൻ സൗകര്യം സ്ഥലം ഉണ്ടാവുള്ളൂ. കസാല കേപ്പ് പെടണ്ട, എല്ലാവരും കേപ്പ് അടച്ച് പൂർത്തിയാക്കിയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ആരും സംസാരിക്കണ്ട. നമ്മൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് വന്നവരാണ്. അല്ലാഹു നമ്മളെ വിഷമങ്ങളൊക്കെ മാറ്റി സന്തോഷകരമായി ജീവിക്കാൻ പടച്ചറബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലേക്ക് നമ്മൾ ചൊല്ലുന്ന സലാത്തുൽ ഫാത്തിഹ നിമിത്തമാക്കണേ അല്ലാഹ്, കാരണമാക്കണേ അല്ലാഹ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله كقدره ومقداره العظيم. ഈ സലാത്തുൽ ഫാത്തിഹിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് റാഹത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി നമ്മൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ഒക്കെ ഈ സലാത്തുൽ ഫാത്തിഹിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പൊ നിയ്യത്ത് വെച്ചിരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ വന്ന് ദുആക്ക് നേതൃത്വം നൽകും. ആ ദുആയിലൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ആമീൻ ആത്മാർത്ഥമായി പറയാം. അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹയിലെ നിയ്യത്ത് വെച്ചിരിക്കുക. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? അത് നിങ്ങളെ മര്യാദയാണ്. എഴുന്നേറ്റ് നിന്നത് നിങ്ങളെ മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേറ്റ് നിന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ, ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ, തരിപ്പ് അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. ഇരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടാളും മലയാളികളല്ല, അതല്ലേ? ഞാൻ ഇപ്പൊ നീച്ചു മുറിക്കല്ലോ ദ്വാരത്തില് നിങ്ങളിൽ പെട്ടില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ബാക്കിൽ തിരിഞ്ഞു നോക്കണ്ട. ഒരാളിരുന്നിട്ടില്ലല്ലോ, ഒറ്റ ആളിരുന്നിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടാ. അവര് എപ്പോഴും നിങ്ങൾ അള്ളാഹുയോട് ദ്വാരിക്കണം. എന്താ അറിയാം? രോഗം തന്ന് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ മുത്തേ നിർബന്ധിച്ചിട്ട് ആരും ഇങ്ങോട്ട് കേച്ചല്ലേ കാക്ക. നമ്മള് അള്ളാഹു രോഗം അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ അള്ളാഹുട് ദ്വാരിക്കണം. ഇപ്പൊ അടുത്ത് ഞാൻ അതാണ് എഴുന്നേറ്റുന്നവർക്ക് കയ്യിലും കരുഞ്ഞ ദ്വാരിക്കണം. എന്താ അറിയാം? ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടാളുകൾ വന്നിവിടെ, ഒരു മാപ്പിളി പെണ്ണുങ്ങൾ, ഒരു 50 വയസ്സ് പ്രായം ഉണ്ടാവും. ആർക്ക്? ആ മാപ്പിളക്ക്. ഒരു 40-40 വയസ്സ് പ്രായം ഉണ്ടാവും ആ പെണ്ണുങ്ങൾക്കും. അങ്ങനെ ഇവിടെ വന്നു. ആ പെണ്ണിനെ എന്റെ റൂമിൽ കയറി ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് ആ കാക്ക പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭാര്യ, കാണാൻ കുഴപ്പമില്ല. എന്നോട് പറയാ, എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്റെ ഭാര്യന്റെ അത് പിന്നെ തരാൻ പറയുന്നത് ദൈവ കയ്യട്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാന് 3 കൊല്ലം ആശുപത്രിയിൽ നിന്ന് ഇൻഷൂർ കാർഡ്, അങ്ങനെ കാർഡില്ലല്ലേ, ഇൻഷൂർ കാർഡില്ല, നമ്മളിങ്ങനെ പാവപ്പെട്ട ആളായത് വെച്ച് കിട്ടിയിട്ടില്ല. 3 കൊല്ലം ഇൻഷൂർ കാർഡിലുകൊണ്ട് ഡയാലിസ് അങ്ങനെ ചെയ്യും. 1 കൊല്ലം മഹല്ല് കമ്മിറ്റി സഹായിച്ചു. ഇപ്പോ ഞാൻ ഒരു ദിവസം വെട്ടുകല്ല് ഏറ്റിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു ഗതിയില്ല തങ്ങളെ.
ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് നിങ്ങളോട് ഇങ്ങനെ പറയാം. ഇത് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങള് അവിടെ മാറി നിന്നപ്പോ എന്നോട് സ്വകാര്യത്തിൽ പറയാം, ഓളെ നോക്കാൻ എനിക്ക് വയ്യ, മരിക്കാൻ നിങ്ങൾ ദ്വാരിക്കും, ഓള് മരിച്ചോട്ടെ. അല്ലോ ഇത് കേട്ടപ്പോ പെണ്ണത് കരഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ തരാതെ ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം എന്നാണോട്. നമ്മൾ ആർക്കും ബാധ്യതയാക്കാതെ അല്ലെ, ഒരാൾക്കും നമ്മള് ബാധ്യതയാക്കാതെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരവസ്ഥ തരാതിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം. ആ ദ്വാ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു മകന് വന്നിട്ട് പറയാ, എന്റെ ഉമ്മ മരിക്കാൻ മുമ്പ് പ്രസവിച്ച ഉമ്മ മരിക്കാൻ വസിയത്ത് ചെയ്യാൻ. ഞാൻ കുറെ ചീത്ത പറഞ്ഞോന്, ഒന്നും മുണ്ടിയില്ല. എന്നോട് പറഞ്ഞു എന്റെ വാപ്പ ഒരുപാട് പൈസ ഉള്ള ആളാ, കോടീശ്വരനെ, ഞങ്ങൾക്കുള്ള ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഉമ്മയും എന്റെ വാപ്പയും നല്ല സ്നേഹത്തിലാണ്. എന്റെ വാപ്പ 4 വർഷം മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചു. എന്റെ ഉമ്മ അതോടെ തളർന്നു. എന്റെ ഉമ്മയുടെ മെയിൻ്റൊക്കെ മാറി, സ്റ്റോക്ക് വന്ന് കിടപ്പിലായി. ഞാൻ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. അള്ളാന്റെ പരീക്ഷണമാണ്. കാഷ്ടൊക്കെ മേത്തേക്ക് തേക്കുക, പണിക്കാര് നിർത്തിക്കഴിഞ്ഞാൽ ഓല് ഒരു പണിക്കാർ നിൽക്കുന്നില്ല. അവസാനം ഇപ്പം പറയാ 4 പെണ്ണ് കെട്ടിയതാ, 4 ആള് തലാക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരാള് കല്യാണം കഴിച്ചു. ഓള് പറഞ്ഞു എന്നെ നോക്കാം, എന്റെ അമ്മാനെ നോക്കാം, എനിക്ക് പറ്റൂല. അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മള് 3 ഫാത്തിഹ നമ്മൾ ഓതും, 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഈ ഹളറത്തിൽ വെച്ച് മഹാനായ കാട്ടുറുപ്പാപ്പാന്റെ കൊടിമരത്തിന്റെ മുന്നിൽ വെച്ച് 3 ഫാത്തിഹ നമ്മൾ ഓതും, 3 സ്വലാത്ത്, 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരാൻ, ഇതിനൊരു സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഇപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരാളുണ്ട്, ആളവിടെ അവൾ ഛർദിക്കുന്നുണ്ടോ? നിർത്തിയോ? കമ്മിയുണ്ടോ? കമ്മിയായോ? ബ്ലഡ് ഇങ്ങനെ ഛർദിക്കുക. ഒരു ഓട്ടോസിൽ കൊടുത്തു. ഞാന് സങ്കടം. നമ്മൾ സാധാരണ ഛർദിക്കൂലേ, ആ മനുഷ്യന് ബ്ലഡ് ഛർദിക്കുക. ഇനി കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല. ആലോചിച്ചു നോക്കി, ഇത്ര മാസങ്ങളോ. ഞാൻ എന്റെ മുന്നിൽ ഛർദിച്ചു, ബ്ലഡ്. അല്ലാഹു കാക്കട്ടെ. അപ്പൊ രണ്ടാമത് അവിടെ വന്നിരുത്താൻ മതി, മോനെ കൊടുത്തിട്ട് രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരാ ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ ആർക്കാ ക്യാൻസർ പറയാൻ പറ്റുമോ? രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ദുനിയാവിന്റെ സ്വർഗം കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന നിങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രതിഫലം അല്ലാഹു തരട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. യൂട്യൂബിലൂടെ ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ട്. അവരെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് വിടില്ല. ഈ ദുആയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന്. എത്ര സമയമാണോ ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ചെലവഴിക്കുന്നത്, അത്രയും സമയം നിങ്ങളെ വിഷമങ്ങള് ഖാലിഖായ പടച്ചറബ് മാറ്റിത്തരട്ടെ. ഇലാ ഹദ്റത്തുഹു നബിയനാ വഹബീബിനൽ മുസ്തഫ വമുറബ്ബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه وإلى حضرته حمزة القرار وإلى حضرته سعد بن معاذ وإلى حضرته خالد بن وليد وإلى حضرته ذو القرنين وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب بابا وإلى حضرة كامل فريد ولي الله وإلى حضرة ورابة بابا وإلى حضرة فاطمة بيبي وإلى حضرة مرحوم سيد آتكوية تنغلو بابا وإلى حضرة مرحوم سيد متكوية تنغلو بابا وإلى حضرة بيل مسيح بوكوية تنغلو بابا وإلى حضرة بعل بسيط آتبيبي وإلى حضرة بعل بسيط بكن بيبي. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الله സ്വീകരിക്കണല്ലോ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണല്ലോ, കബൂലാക്കണമല്ലോ. ബാക്കിൽ മതി, ബാക്കിൽ കുറച്ച് ബാക്കിൽ ആ ശ്രദ്ധിക്കണ ഇതില്ല, തുണി പോലെ കൈ കൊടുത്ത് അതുപോലെ എത്തില്ലേ, അതുപോലെ രണ്ടാളും അടുത്ത് മറിഞ്ഞിരിക്കാൻ പറയും. പരിപൂർണ ശിഫ അല്ലാഹു നൽകട്ടെ. നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ഓരോരോ ഹറഫിന്റെയും ഓരോരോ അക്ഷരങ്ങളുടെയും പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇനി നമ്മൾ 5 സ്വലാത്ത് ചൊല്ലുകയാണ്. അതിലൊന്നാമത്തെ സ്വലാത്ത് അല്ലാഹു നമുക്ക് തന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമത് രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്, കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد
فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى قدره ومقداره الذي طاهرني سيركم الله قبيلاكم الله. الحمد لله رب العالمين انما علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اغفر وبلغ مثل ثواب ما قريناه وما صليناه وما صليناه أبيدية واصلة ورحمة عادلة وبركة شاملة مقبولة ومرضية منا إلى حضرته سيدنا وشفينا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكانا محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وأوردنا حوض الورود. اللهم الرحيم يا رب ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. നിന്റെ മുന്നിൽ ഞങ്ങൾ യാചിക്കുകയാണ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് ദുരിതങ്ങളുണ്ട്, ഒരുപാട് കട്ടപ്പാടുണ്ട്, കട്ടതകളുണ്ട്. റബ്ബേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ഞങ്ങളെ എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ് ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചത് കണ്ണീരോടെയാണ്. നാളെ മുതൽ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ കൊടുക്ക് റബ്ബേ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണോ, എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കണമെന്ന് പറയാ മക്കളെ വേണോ. അതുകൊണ്ട് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് സാലിഹായ മക്കളെ കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പിറന്ന വീട് വാടക വീട്ടിലേക്കാണ്, കല്യാണം കഴിഞ്ഞിട്ടും വാടക വീടാണ്, വർഷങ്ങളോളമായി വാടക വീട്ടിലാണ്. സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാഹ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾ ആരെങ്കിലും വാടക വീട്ടിലുണ്ടെങ്കിലല്ലോ സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം. സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ല. അല്ലാഹുവേ ഞങ്ങൾ ആധാരങ്ങള് ബാങ്കിലാണ്, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാണ്. അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടുറപ്പേ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. നിവർത്തികേട് കൊണ്ട് വിഷമങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആധാരങ്ങൾ പണയം വെച്ചതാ, അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളാണ് അല്ലാഹ്. ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രൈൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയില് മഴ വന്നവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, സുബ്ഹാനല്ലാഹ് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, വായിൽ മുറിവുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വായു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്,
ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി ചുരുങ്ങുന്ന രോഗങ്ങളുള്ളവരുണ്ട്, വയറ്റിന് ക്യാൻസർ ഉള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ബ്ലഡ് ഛർദിക്കുന്നവരുണ്ട്, അല്ലാഹുവേ വയറ്റിന് മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാ ഒരുപാട് പേര് ഊരവേദനിക്കുന്നവരുണ്ട്, ഊര ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ബ്ലീഡിങ്ങിന്റെ രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാ ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, സൂറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട്, അപസ്മാര രോഗങ്ങളുള്ളവരുണ്ട്, വെള്ളപ്പാണ്ട് വന്നവരുണ്ട്, മറ്റ് രോഗങ്ങളുള്ളവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്. കാമിലായ ശിഫ നൽകണം അല്ലാ. അങ്ങനത്തെ രോഗം വന്നവർക്ക് കാമിലായ ശിഫ നൽകണമല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിലുണ്ട് ഒരു സഹോദരന് സുബ്ഹാനല്ലാഹ് രക്തം ഛർദിക്കുന്ന രോഗമാണ്. ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല. അല്ലാ, സഹോദരന്റെ രോഗീശിഫ നൽകണേ അല്ലാ. ആ രോഗീശിഫ നൽകണേ അല്ലാ. ഒരുപാട് ദൂരത്ത് നിന്ന് കൊടക്കാട് തങ്ങളെടുത്തു പോയി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രതീക്ഷ ഉണ്ടെന്ന നീയത്തോട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ടവന് ഓട്ടോ എടുത്തു വന്നവരാണ്. ആ സഹോദരന്റെ രോഗം നീ ശിഫ നൽകണം അല്ലാ. ആ സഹോദരന്റെ രോഗം നീ ശിഫ നൽകണേ അല്ലാ. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണമല്ല, ഞങ്ങളെ പേരുമക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണമല്ല. അല്ലാഹുവേ, അവർക്ക് നല്ല ഖൽബ് നൽകണേ അല്ലാ. കള്ളിനടിമയാക്കല്ലേ അല്ലാ, കഞ്ചാവിനടിമയാക്കല്ലേ അല്ലാ, പെണ്ണിനടിമയാക്കല്ലേ അല്ലാ, MDM-നടിമയാക്കല്ലേ റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല, നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ല റബ്ബേ. പ്രണയത്തിൽ പെട്ടുപോയവർക്ക് മനസ്സ് നല്ല ഖൽബ് നൽകണയല്ല. ഒളിച്ചോടി പോയവർക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാനുള്ള ഖൽബ് നൽകണയല്ല. ഈമാൻ സലാമത്താക്കണല്ല, റാഹത്ത് നൽകണല്ല. അല്ലാ, ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ സദസ്സിരിക്കുന്ന പ്രവാസികളാണ്. അവരെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല. ഇങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല റബ്ബേ. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകറബ്ബേ. ഇനി ഒരു തങ്ങളെ മുമ്പിൽ, ഒരു സ്ഥാനിന്റെ മുമ്പിൽ, ഡോക്ടർ മുന്നിൽ ചെന്ന് സങ്കടങ്ങളും ആവലാതിയും രോഗങ്ങളും പറയേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഇവിടെ വന്നവർക്ക് സമാധാനം നൽകറബ്ബേ, സന്തോഷം നൽകണേ അല്ലാ. ഓരോ ഹബീബിന്റെ മുത്തുമണികൾക്ക് നരകം ഹറാമാക്കണല്ലാ, സ്വർഗം വാജിബാക്കണല്ലാ. തിരുമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീട്ടുന്ന കരങ്ങള് ബായി മടക്കല്ല റബ്ബേ. ഇവിടെ വന്നത് വെറുതെ ആക്കല്ല റബ്ബേ. ധാരാളം സമ്പത്ത് നൽകണം അല്ലാ. കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്ക റബ്ബേ. സമാധാനം നൽക റബ്ബേ. ഒരുപാട് ആളുകൾ സ്വർണം തരുന്നുണ്ട്, തന്നവരുണ്ട്, പൈസ തന്നവരുണ്ട്. അല്ലാഹുവേ, അതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ. മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഹരിബായി മടക്കല്ല റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തവസ്സൽന. ആ ഫദ്ൽ പറയാലോ, മുന്നിൽ നിർത്തിക്ക. ഫദ്ൽ പറയാലോ. സ്വർണ്ണം وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله صلاة الله سلام الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن همة
بأهل البدير يا الله صلاة الله നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ് ഔസുൽഅസ്മിന്റെ മദദ് നൽകല്ലാഹ് മടവൂർ ശൈഖുനയുടെ കാവലേകല്ലാഹ് നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ് ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ മണ്ണില് അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മഹാനുണ്ട്. അവർ ഔസുൽ അലമാണ്, ഔലിയാക്കളെ കുത്തുബാണ്. അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുടെ ബറക്കത്തുള്ള സദസാക്കറല്ലാഹ്. ഇവിടെ 72 മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എത്ര കിട്ടിന? 72 മക്കളെ. 3 ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്കും എത്തിയ മക്കൾക്കും വാങ്ങിയിട്ട് ഒരുപാട് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, ഒരുപാട് മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 100 ചില്ലാനും എത്തിയ മക്കൾക്ക് മാസം മാസം എന്തുണ്ട് ഭക്ഷണമില്ല 5000 10,000 വെച്ച് കൊടുക്കുന്നുണ്ട്. എത്തിയ മക്കൾ ഈ വിഷയത്തിൽ തന്നെ ഒരു മാസം ലക്ഷങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെയും റസൂലിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാളെ മുന്നിൽ ചെന്നിട്ടും ഞാൻ കൈ നീട്ടിയിട്ടില്ല. ഞാൻ നൂറേ ഹബീബ് തങ്ങളാ. ഞാൻ ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട്, ഒരുപാട് മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. ഒരു മഹ്ലൂക്കിന്റെ മുന്നിൽ ചെന്ന് ഞാൻ കൈ നീട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വീടിന്റെ മുറ്റത്ത് വാരി കോരി തരുന്നുണ്ട്. ഈ ഗേറ്റ് പൂട്ടിയുണ്ടല്ലോ, ആൾക്കാർ എന്നെ കണ്ടില്ല സ്വർണം പൈസ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് പോകും. വേണ്ടെന്ന് പറഞ്ഞാൽ ഓല് പറയും വേണം. ഞാൻ എന്താ ചെയ്യാ? ഈ യൂട്യൂബിലൊക്കെ എന്നെ വിമർശിക്കുന്ന കാരണം എന്താ വെച്ചാൽ കായിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ നോക്കോളൂ, ഇന്നിപ്പോ കുറെ ആൾക്കാർ സ്വർണം തരും. ഇനി 20 മക്കളെ കല്യാണമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പാവപ്പെട്ട 12 മക്കളെ നിക്കാഹാണ്. എത്തിയ മക്കളാണ്, പാവങ്ങളാണ്. 8 നമ്മളെ ഹിന്ദുക്കള്, നമ്മളെ പെങ്ങന്മാരായ അങ്ങനെ പണം തെറ്റില്ലല്ലോ അല്ലെ? അമുസ്ലിങ്ങൾ എനിക്ക് പറയാനറിയില്ല. ഞാൻ അമുസ്ലിങ്ങളെ 8 ഹിന്ദു മക്കളെ താലി കെട്ടാണ്. അപ്പൊ മൊത്തം എത്രയായി? 22. നിങ്ങളെ സാറേ അപ്പൊ 20 ഇൻഷാ അല്ലാഹ് ആ മക്കൾക്കുള്ള ഓട്ടത്തിലാണ്. ഒരാളേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കൂടുന്നൊരു സ്വർണം. ഇന്നലെ എനിക്ക് 1.5 പവന്റെ നെക്ലേസ്, ഇന്നലെ 50,000 ഉറുപ്പിക സ്ഥലം വാങ്ങാം, 25,000 പിച്ചു. അല്ല തരികയാണ്. ഒരു ദിവസം ഏകദേശം നല്ലൊരു സ്വർണ്ണം ഇവിടെ കിട്ടും. അള്ളാഹു തരുന്നവർക്ക് അല്ലാഹു തരും. മോളെ എന്റെ പറഞ്ഞാണ് അവിടെ നടന്നു കേട്ടോളി. മുറിച്ചുണ്ട്. അങ്ങനെ ഇവിടെ വന്നു. പ്രസവിച്ചപ്പോ ഒരു കുഴപ്പമില്ല. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പേരിടാവുന്നതാണ് അല്ലേ? കുട്ടിയുടെ സ്കാനിങ് എടുത്തു. ആ സ്കാനിങ്ങിൽ എന്റെ കുട്ടിക്ക് മുറിച്ചുണ്ടുണ്ട്. മുറിച്ചുണ്ടെന്താ ഡോക്ടർമാര് വിഷമം പറഞ്ഞ് അയത്ത് നേരെ ഓടി പുറക്കാട്ടിക്ക് വന്നു. ഞാൻ പറഞ്ഞു പേടിച്ചണ്ട, ഒന്നും ഉണ്ടാവും, സ്വലാത്തിൽ പതിച്ചല്ലേ മതിയാകും. അൽഹംദുലില്ലാഹ് അങ്ങനെ എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്ന് പേരിടുന്നു, തീർച്ചയാക്കി പ്രസവിച്ച കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ മോളാണ് ഇന്ന് 90. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പേര് ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അല്ലാഹു പൊന്നു മോൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? അല്ലാഹു ഇപ്പൊ പേര് വിളിക്കാട്ടോ. നീ തരും ഈ സ്വർണ്ണായിരിക്ക മോളെ. എന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ കുറ്റൊക്കെ എത്തിയ മക്കൾ. ഇവിടെ ഒരുപാട് മക്കളെ പേരിടാൻ കൊണ്ടത്. എന്ത് വിഷമം ഡോക്ടർമാര് പറഞ്ഞാലും എടുത്ത് കളയാൻ പറഞ്ഞാലും പറയേ ഞങ്ങൾ കൊടക്കാട്ടൊക്കെ കൊണ്ടേക്കോളാം, ഞങ്ങൾ പ്രസവിച്ചോളാം. നല്ല തൂക്കമുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. തേണ്ടങ്ങള് നല്ല തൂക്കമുള്ള മോതിരം. എന്താ വിഷയം? മകന് ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നീനോ? മാഷാ അല്ലാഹ്. അപ്പൊ ജോലിയായോ? നല്ല കണ്ണേർ ബാത്തിലാക്കില്ല. നല്ല ശമ്പളമുള്ള ജോലിയാ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ജോലി ഉണ്ടായിട്ടില്ല, പൊന്നുമോനിക്ക് ജോലി ശരിയായി. അതിന് അള്ളാഹു സ്വർണത്തിന്റെ മോതിരം അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
എത്ര റുപ്യ? 10,000. അതെന്താണ്? പത്തനംതിട്ടന്ന് വരികയാണ്. എന്തേലും പൈസ? 2 മക്കൾക്ക് ജോലി ഉണ്ടായതില്ല, ഇവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ, ഇപ്പൊ ജോലി ശരിയായി. ആ വകയിൽ അൽഹംദുലില്ലാ. ഇനി പടച്ചോൻ ഇതെന്താ അറിയാതൊക്കെ? അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടങ്ങള് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇത് തന്ന വെറുതെ ആക്കല്ല റബ്ബേ. പാവപ്പെട്ട യതീമക്കൾ അണിയുമ്പോ നാളെ സ്വർഗത്തിലേക്ക് പോവാനുള്ള ഭാഗ്യം അല്ലാഹു പൊന്നുമോൾക്കെല്ലാം കൊടുക്കട്ടെ. എവിടുന്ന വരുന്നേ? ഇതെന്തിനാ നിർച്ചയാക്കി? ഇവിടെ വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവേ, പൊന്നുപോലെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ല. 8 മാസം തന്റെ മകളെ ഭർത്താവ് വിളിച്ചിരുന്നില്ല, ഒരു വിവരം ഉണ്ടായിരുന്നില്ല. മേലെ കുടക്കാട് വന്നു. അപ്പൊ പൊന്നുമോന് തിരിച്ചു വന്നു. ആ പൊന്നുമോളെ കുടുംബം ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ, സമാധാനം അല്ലാഹു നൽകട്ടെ. ഇതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ, ഇതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ. സന്തോഷവും സമാധാനം നൽകണമല്ല. ആ റൂമിൽ തന്നാ മതി കേട്ടോ. ആ റൂമിന്ന് കയറിക്കോട്ടോ. ഇനി അതിലോട് പോണ്ട അങ്ങോട്ട്. ആ അന്നെ വിളിക്കുന്ന അടുത്ത് വേണ്ടാന്ന് പറഞ്ഞ എന്താ ചെയ്യാ? ഫതില് ഇതെന്താ അയച്ചു മനസ്സിൽ 500 തൊട്ടത് എന്തിനു മാറിയോ? ഇവിടെ വന്നീന്നോ? എത്ര കൊല്ലമായി മാനസികം തുടങ്ങിയിട്ട്? 6 വർഷമായിട്ട് മാനസിക രോഗിയായിരുന്നു. ഇവിടെ വന്നിരുന്നു. ഇപ്പൊ മാറിയോ? ഇപ്പൊ ഒന്നുമില്ല. അൽഹംദുലില്ലാ, രോഗമല്ല. അല്ലാഹു ഞാൻ രോഗം കൊടുത്ത് അടക്കട്ടെ. ഇതായിരിക്കില്ല. ഇന്നോടൊന്നും വിളിക്കാൻ സ്നേഹമില്ല. ഇനി അടുത്ത് പറയും. വേഗം പറയും. എനിക്ക് കഴിഞ്ഞോ? തക്കിബീർ ചൊല്ലാണ്. വേഗം പറയും. മാഷാ അല്ലാഹ്. എത്ര വർഷത്തിന് ശേഷം ഇവിടെ വന്നീ താത്ത? മക്കളുണ്ടായിരുന്നില്ല മോൾക്ക്. ഇപ്പൊ 4 വർഷത്തിന് ശേഷം അവര് മകള് ഗർഭിണിയാണ്. അല്ലാഹു ബർക്കത്ത്. ഇതായിരിക്കാം കെട്ടിയ മക്കൾക്കാണ്. അല്ലാഹു ബർക്കത്ത്. ഈ പെഞ്ച് നേർച്ചാക്കേണ്ടി വരും. ഇതിപ്പോ ഇതെന്താ? കേസ് നോക്കി ഒഴിവായി. ഒരു കേസ് കെട്ടിൽ കുടുങ്ങി, അങ്ങനെ പറ. ഒരാഹത്തായി. ഇതെന്താ? എത്ര കൊല്ലം ആധാരം ബാങ്കില്? 17 കൊല്ലം. 11. ഇവിടെ വന്നീന്നോ? അപ്പൊ ആധാരം ബാങ്കിൽ എടുത്തോ? ആ ബാങ്ക് ചീത്ത അറിയില്ല, അങ്ങനെ പൈസ ഇറക്കുന്ന ആൾക്കാരല്ലേ. 11 കൊല്ലം ആധാരം ബാങ്കിൽ ഇവിടെ വന്നു, ആധാരം എടുത്തോ. ഇതായിരിക്കും പൈസ എത്തിയും. ഓർക്ക് ഇങ്ങോട്ട് സ്നേഹമില്ല. ഇതായിരിക്കാം സ്ഥലത്തിന്. ഇത് സ്ഥലത്തിന്റെ പൈസ. ഇതെന്താണ്? കണ്ണിന് പ്രഷർ. അത് ആ ഫത് അതിനല്ല. ഫതില് പല സ്ഥലമാണ്. ഇപ്പൊ കണ്ണ് കാണാൻ തുടങ്ങിയോ? എന്തോ പോലും പറയണ്ടേ. എത്തിയ മക്കൾക്കല്ലേ? ഇനി സ്ഥലത്തിന് ഇനി കഴിഞ്ഞല്ലേ? ഇവിടെ വന്ന് 9 മാസം മകനെ പഠിച്ച് ജോലി കിട്ടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതായിരിക്കും പൈസമ്മ. ഇവിടെ വന്നിരുന്നല്ലേ? വയറ്റിന് പഴുപ്പായിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു. ഇവിടെ വന്നു. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം അല്ലാഹു ശിഫായി കൊടുത്തു. പിന്നെ രോഗം കൊടുക്കാതെ കഴിഞ്ഞില്ലേ? എല്ലാവർക്കും എന്താണ്? ഈ പൊന്നുമോൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ രോഗമായിരുന്നു. ലിവർ മാറ്റി വെക്കാൻ ഡോക്ടർമാർ പറഞ്ഞു. ഇവിടെ വന്നീനോ? പൈസ ചിന്നോട് സ്നേഹമില്ല. ഇപ്പൊ ലിവറൊന്ന് മാറ്റി വെക്കാതെ രോഗം മാറി. അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ട് ഇതൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ആ കുട്ടിക്ക് പേരാണ്. ഇവിടെ
എനിക്ക് ഒരു അരിമണി തൂക്കം എത്തിയ മക്കൾക്കോ പാവപ്പെട്ടവർക്കോ കിട്ടിയാൽ ഞാൻ അതെന്ത് പച്ചക്ക് വിളിച്ച് പറയണ്ടേ? അള്ളാഹുവിനെ പേടിച്ച പോരെ? പടപ്പുകളെ പേടിച്ചോ? എല്ലാവരും എന്നോട് പറയും ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ശത്രുക്കൾ കൂടുന്നത്. അള്ളാഹിനെ പഠിച്ച പോരെ? വേറെ ആരും പഠിച്ചിട്ടില്ല. കിട്ടിയത് പറയണ്ടേ? നിങ്ങൾ പറയും. ഇപ്പൊ 20 മക്കളെ കല്യാണമാണ്. എത്ര ഉറുപ്പ്യ വേണ്ടെന്ന് അറിയാം? സ്വർണത്തിന് മാത്രം 60 ലക്ഷം ഉറുപ്പ്യാണ്. എത്ര? സ്വർണത്തിന് മാത്രം. പിന്നെ അവരെ ചെലവ് വേറെ. ഒരാൾക്ക് നമ്മൾ പോവില്ല. നമുക്ക് കിട്ടണമെന്ന് എന്ത് ചെയ്തു ധാരാളം ഉണ്ടാവും. അള്ളാഹു ബർക്കത്ത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി തക്ബീർ ചൊല്ലിയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടിക്ക്